Hi all, welcome to the fourth class based on the economics chapter Money and Credit. നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ക്രെഡിറ്റിനെ കുറിച്ച് ചില പോയിന്റ്സ് ആയിരുന്നു. നമുക്ക് ഇന്നും ഡിസ്കസ് ചെയ്യാനുള്ള ഫസ്റ്റ് ടോപ്പിക് അതുമായി ബന്ധപ്പെട്ട ടോപ്പിക് തന്നെയാണ്. ദാറ്റ് ഈസ് വാട്ട് ആർ ദ വേരിയസ് പർപ്പസസ് ഫോർ വിച്ച് ദ റൂറൽ പീപ്പിൾ റിക്വയർ ക്രെഡിറ്റ്. നമുക്കറിയാം അർബൻ പീപ്പിൾ മാത്രമല്ല, അതുപോലെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമല്ല, ഈവൻ റൂറൽ പീപ്പിൾ ആൾസോ നീഡ് ക്രെഡിറ്റ്. അപ്പോൾ അത് എന്തിനൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട പോയിന്റ്, എന്തിനൊക്കെയാണ് റൂറൽ പീപ്പിൾസിന് ക്രെഡിറ്റ് ആവശ്യം വരുന്നത്. ഫസ്റ്റ് പോയിന്റ്, പീപ്പിൾ ഇൻ റൂറൽ ഏരിയാസ് ജനറലി റിക്വയർ ക്രെഡിറ്റ് ടു മീറ്റ് ദ എക്സ്പെൻസസ് ഓഫ് കൾട്ടിവേഷൻ. നമുക്കറിയാം എന്തെങ്കിലും റൂറൽ ഏരിയ എന്ന് പറയുമ്പോൾ മെജോറിറ്റി ഓഫ് പീപ്പിളും ഫാമേഴ്സ് ആയിരിക്കും. സോ അവർക്ക് മെയിനായിട്ടും കൾട്ടിവേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർക്ക് ക്രെഡിറ്റ് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ അതിന് ഫസ്റ്റ് പോയിന്റ് കൾട്ടിവേഷനാണ്. ഇനി സെക്കൻഡ് പോയിന്റ്, ഇൻ ദ കേസ് ഓഫ് ക്രോപ്പ് ഫെയിലിയർ ദേ ടേക്ക് ഫ്രഷ് ലോൺ ഫോർ കൾട്ടിവേഷൻ ആൻഡ് ടു റീപേ പ്രീവിയസ് ലോൺ. ഇതാണ് സെക്കൻഡ് പോയിന്റ്. ഇപ്പോൾ ഒരു തവണ കൾട്ടിവേഷന് വേണ്ടി ലോൺ എടുത്തു. റൂറൽ ഏരിയാസിലെ ഫാമേഴ്സ് ഫസ്റ്റ് അവർ കൾട്ടിവേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ലോൺ എടുത്തു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ആ വർഷം ആ സീസണിൽ അവർ ക്രോപ്പ് ഫെയിലിയർ ഉണ്ടായി. എന്തെങ്കിലും ഒരു ക്ലൈമറ്റ് ചേഞ്ച് മൂലമാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാന്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഡിസീസ് ആവാം. എനിഹൗ അവർക്ക് ആ ക്രോപ്പ് ഫെയിലിയർ സംഭവിച്ചു. അപ്പോൾ അവർ ദേ ടേക്ക് ഫ്രഷ് ലോൺ ഫോർ കൾട്ടിവേഷൻ ആൻഡ് ടു റീപേ പ്രീവിയസ് ലോൺ. അപ്പോൾ രണ്ടാമതാണ് ലോൺ എടുക്കുന്നത് കൾട്ടിവേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കില്ല, മുമ്പത്തെ ഒരു ലോൺ അവിടെ പെൻഡിങ് കിടക്കുന്നുണ്ടല്ലോ. സോ ടു റീപേ ദ പ്രീവിയസ് ലോൺ, അതിനു വേണ്ടി അവർ ലോൺ എടുക്കാറുണ്ട്. അതാണ് സെക്കൻഡ് പോയിന്റ്. ഇനി തേർഡ് പോയിന്റ്, ആൾസോ ദേ റിക്വയർ ലോൺ ടു മീറ്റ് ദ ഡെയിലി എക്സ്പെൻസസ് സച്ച് ആസ് എക്സ്പെൻസ് ഓൺ സഡൻ ഇൽനെസ് ഓർ ഫങ്ഷൻസ് ഇൻ ദ ഫാമിലി. കാരണം നമുക്കറിയാം റൂറൽ പീപ്പിൾസിനെ ആസ് ഫാർ ആസ് ദി റൂറൽ പീപ്പിൾസ് ആർ കൺസേൺഡ് അവർക്ക് അത്ര റെഗുലർ സേവിങ്സ് ഉണ്ടായിക്കൊള്ളുന്നില്ല. കാരണം അവിടെ നമുക്കറിയാം ഗേൾസ് എന്ന് പറയുന്നത് ഒരു സീസണൽ ജോബ് മാത്രമാണ്. എല്ലാ സീസണും ചിലപ്പോൾ ജോബ് കിട്ടിക്കൊള്ളുന്നു എന്നുമില്ല. സോ പെട്ടെന്ന് അവരുടെ ഫാമിലിയിൽ എന്തെങ്കിലും ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ, അതായത് ആർക്കെങ്കിലും സഡനായിട്ട് ഇൽനെസ് ഉണ്ടാവുക, അതുപോലെ ഫാമിലി എന്തെങ്കിലും ഫങ്ഷൻസ് ഉണ്ടാവുക, അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടും അവർ ഇതൊക്കെ ഡെയിലി എക്സ്പെൻസ് ആണല്ലോ, അതുപോലെ എക്സ്പെൻസ് ഓൺ സഡൻ, ഇതിനു വേണ്ടിയൊക്കെ അവർ ലോൺ എടുക്കാറുണ്ട്. അതാണ് തേർഡ് പോയിന്റ് അബൌട്ട് വാട്ട് ആർ ദ വേരിയസ് പർപ്പസ് ഫോർ വിച്ച് ദ റൂറൽ പീപ്പിൾ റിക്വയർ ക്രെഡിറ്റ് ഓർ ലോൺ. ഇനി ഫോർത്ത് പോയിന്റ് ആണ് ദ റൂറൽ പീപ്പിൾ അവൈൽ ലോൺ ഫ്രം. ഈ ഫോർത്ത് പോയിന്റ് ഇനി അവർക്ക് കിട്ടുന്ന സോഴ്സിനെ പറ്റിയാണ് പറയുന്നത്. ഏതൊക്കെ സോഴ്സ് എന്നാണ് സാധാരണ റൂറൽ പീപ്പിൾ ലോൺ എടുക്കാറുള്ളത്. ദ റൂറൽ പീപ്പിൾ അവൈൽ ലോൺ ഫ്രം ദീ സോഴ്സസ്: മണി ലെൻഡേഴ്സ്, ബാങ്ക്സ്, കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, റിലേറ്റീവ്സ് ആൻഡ് ഫ്രണ്ട്സ്, ട്രേഡേഴ്സ്, ലാൻഡ് ലോഡ്സ് ആൻഡ് അതേഴ്സ്. ഇവിടെ നമുക്കറിയാം ഇതിൽ ചില കാറ്റഗറി എന്ന് പറയുന്നത് ഇപ്പോൾ മണി ലെൻഡേഴ്സൊക്കെ വരുന്നത് ഇതിലായിരുന്നു ഇൻഫോർമൽ സെക്ടർ ക്രെഡിറ്റ് ആണ്. എന്നാൽ ബാങ്ക്സ്, കോപ്പറേറ്റീവ് അതൊക്കെ വരുന്നത് ഫോർമൽ സെക്ടർ ക്രെഡിറ്റ് എന്നാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി സ്റ്റിൽ നമ്മുടെ ഈ റൂറൽ ഏരിയാസിലെ പല ആളുകളും ഇപ്പോഴും ഡിപ്പെൻഡ് ചെയ്യാറുള്ളത് ഈ മണി ലെൻഡേഴ്സ് പോലെയുള്ള ഇൻഫോർമൽ സെക്ടർ ക്രെഡിറ്റിലാണ്. നമുക്കറിയാം അവിടെ പ്രോസോടെ ഡിസ്കസ് ചെയ്തതാണ്. കാരണം അവർ റെഗുലറായിട്ട് ഇത്തരം ആളുകളെ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അവർ ഡെപ്റ്റ് ട്രാപ്പിൽ വരെ പെട്ടുപോകാനുള്ള ചാൻസ് ഒക്കെ വരുന്നുണ്ട്. സോ ഇൻ ഷോർട്ട് ഇതാണ് 4 പോയിന്റ്സ് അബൌട്ട് വേരിയസ് പർപ്പസ് ഫോർ വിച്ച് ദ റൂറൽ പീപ്പിൾ റിക്വയർ ക്രെഡിറ്റ്. ഇനി നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന നെക്സ്റ്റ് അവസാന ടോപ്പിക്കാണ് ഫങ്ഷൻസ് ഓഫ് RBI. നമുക്കറിയാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ വർഷവും CBI ചോദിക്കുന്ന ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണിത്. RBIയുടെ ഫങ്ഷൻ നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. ഫസ്റ്റ് ഫങ്ഷൻ, RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇഷ്യൂസ് കറൻസി നോട്ട്സ് ഓൺ ബിഹാഫ് ഓഫ് ദി സെൻട്രൽ ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ് വേണ്ടി കറൻസി ഇഷ്യൂ ചെയ്യുന്നത് RBI ആണ്. അതാണ് ഫസ്റ്റ് ഫങ്ഷൻ ഓഫ് RBI. സെക്കൻഡ് ഫങ്ഷൻ, RBI ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഫംഗ്ഷനാണ്, നമുക്ക് ഓർമ്മ ഉണ്ടായിരിക്കും. RBI സൂപ്പർവൈസേഴ്സ് ദ ഫങ്ഷനിങ് ഓഫ് ഫോർമൽ സോഴ്സ് ഓഫ് ലോൺ. നമ്മൾ നേരത്തെ കണ്ടിരുന്നു ദർ ആർ 2 ക്രെഡിറ്റ് സിറ്റുവേഷൻ, ഫോർമൽ സെക്ടർ ക്രെഡിറ്റും ഉണ്ട്, ഇൻഫോർമൽ സെക്ടർ ക്രെഡിറ്റും ഉണ്ട്. നമ്മളവിടെ പറഞ്ഞൊരു പോയിന്റ് ഇതായിരുന്നു, ഫോർമൽ സെക്ടർ ക്രെഡിറ്റിനെ സൂപ്പർവൈസ് ചെയ്യാൻ ഒരു അതോറിറ്റി അവിടെ ഉണ്ട്, അതായിരുന്നു RBI. അപ്പോൾ ആ പോയിന്റ് ഇവിടെ റിപ്പീറ്റ് ആയിട്ട് വരുന്നത് RBI സൂപ്പർവൈസേഴ്സ് ദ ഫങ്ഷനിങ് ഓഫ് ഫോർമൽ സോഴ്സ് ഓഫ് ലോൺ. പ്രത്യേകിച്ചും ബാങ്ക് പോലുള്ള ഫോർമൽ സോഴ്സ് ഓഫ് ലോണിൻ്റെ ഫങ്ഷൻസ് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്ന ഡ്യൂട്ടി അല്ലെങ്കിൽ സൂപ്പർവൈസ് ചെയ്യുന്ന ഡ്യൂട്ടി RBIയുടേതാണ്. അതാണ് സെക്കൻഡ് ഫങ്ഷൻസ് ഓഫ് RBI. ഇനി തേർഡ് പോയിന്റ്, RBI മോണിറ്റേഴ്സ് ദ ബാങ്ക്സ് ഇൻ ആക്ച്വലി മെയിൻറ്റെയിനിങ് ഓഫ് ക്യാഷ് ബാലൻസ്. നമ്മൾ നേരത്തെ പഠിച്ച ടോപ്പിക്കായിരുന്നു ഫങ്ഷൻസ് ഓഫ് ബാങ്ക് എന്നുള്ളത്, അതായത് ലോൺ ആക്ടിവിറ്റീസ് ഓഫ് ബാങ്ക്. നമുക്കറിയാം അവിടെ 2 തരം ആക്ടിവിറ്റി വരുന്നു. ഒന്ന് അവർ ആളുകൾക്ക് ലോൺ കൊടുക്കുന്നു, മറ്റൊന്ന് ഡെപ്പോസിറ്റ് റിസീവ് ചെയ്യുന്നു. അപ്പോൾ ഇറ്റ് മീൻസ് ഒരു ലോൺ അവർക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് ക്യാഷ് ബാലൻസ് ബാങ്കിൽ ഉണ്ടായിരിക്കണമല്ലോ. ദെൻ ഓൺലി ദേ ക്യാൻ പ്രൊവൈഡ് ലോൺ ടു പീപ്പിൾ.
അപ്പോൾ അങ്ങനെ എല്ലാ ബാങ്കും ഇത്തരം ക്യാഷ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്ന ഒരു ഫംഗ്ഷൻ കൂടെ ആർ ബി ഐക്ക് വരുന്നുണ്ട്. അതാണ് തേർഡ് പോയിന്റ്. ആർ ബി ഐ റെഗുലർലി മോണിറ്റേഴ്സ് ദ ബാങ്ക് ഇൻ ആക്ച്വലി മെയിൻറ്റെയിനിങ് ഓഫ് ക്യാഷ് ബാലൻസ്. അവർ ക്യാഷ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ നോക്കുന്ന ഫംഗ്ഷൻ കൂടെ ആർ ബി ഐക്ക് ഉണ്ട്. ഇനി നെക്സ്റ്റ്, ഇറ്റ് ഓൾസോ സീസ് ദാറ്റ് ബാങ്ക് ഗീവ്സ് ലോൺ നോട്ട് ജസ്റ്റ് ഫോർ പ്രോഫിറ്റ് മേക്കിംഗ് ആൻഡ് ട്രേഡേഴ്സ് ബട്ട് ഓൾസോ ടു സ്മോൾ ബൊറോവേഴ്സ്, സ്മോൾ കൾട്ടിവേറ്റേഴ്സ് എക്സെട്ര. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോയിന്റ് തന്നെ ആയിരുന്നു. നമ്മൾ പറഞ്ഞിരുന്നു ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ഫോർമൽ സെക്ടർ ഈസ് നോട്ട് ഓൺലി പ്രോഫിറ്റ് അക്യുമുലേഷൻ ബട്ട് ദേ ആൾസോ ഡൂയിങ് സം സോഷ്യൽ സർവീസസ്. അത് ഇൻഫോം സെക്ടർ പോലെയല്ല, അവരെ നമുക്കറിയാം അവരുടെ മെയിൻ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് മാക്സിമം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. എന്നാൽ ബാങ്ക് അങ്ങനെയല്ല. ബാങ്ക് പ്രോഫിറ്റ് മേക്കിംഗ് മാത്രമല്ല അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ്, ബട്ട് ദേ ആർ ഹെൽപ്പിംഗ് പുവർ പീപ്പിൾ ആൾസോ. അപ്പോൾ അതുകൂടെ റിസർവ് ബാങ്ക് ഇടയ്ക്ക് ചെക്ക് ചെയ്യുന്നുണ്ട്. ഇവർ ഈ വലിയ റിച്ച് പീപ്പിളിന് മാത്രമാണോ അല്ലെങ്കിൽ ബിസിനസ് പീപ്പിളിന് മാത്രമാണോ ലോൺ കൊടുക്കുന്നത്, അതോ സ്മോൾ ബൊറോവേഴ്സിന് അതുപോലെ സ്മോൾ കൾട്ടിവേറ്റേഴ്സിനും ഫാമേഴ്സിനൊക്കെ ലോൺ കൊടുക്കുന്നുണ്ടോ എന്നൊരു കാര്യം കൂടി ആർ ബി ഐ ഓൾറെഡി ചെക്ക് ചെയ്യുന്നുണ്ട്, ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അതാണ് നെക്സ്റ്റ് ഫംഗ്ഷൻ ഓഫ് ആർ ബി ഐ. ഇനി ലാസ്റ്റ് ഫംഗ്ഷൻ, പീരിയോഡിക്കലി banks have to submit information to RBI on how much they are lending to whom at what interest rate etc. ഇത് നമ്മൾ ഈ പോയിന്റ് ഒരു കണ്ടിന്യൂഷനിൽ വരുന്ന പോയിന്റ് തന്നെയാണ്. പീരിയോഡിക്കലി ഒരു റെഗുലർ ഇൻ്റർവെല്ലിൽ എല്ലാ ബാങ്കുകളും ആർ ബി ഐക്ക് ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. എന്ത് റിപ്പോർട്ടാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്? ഹൗ മച്ച് ദേ ആർ ലെൻഡിങ്, എത്ര കൊടുക്കുന്നത്, ക്രെഡിറ്റ് എത്ര രൂപ കൊടുക്കുന്നുണ്ട്, ടു ഹും ആർക്ക് കൊടുക്കുന്നുണ്ട്, പുവർ പീപ്പിളിനും കൊടുക്കുന്നുണ്ടോ അതോ റിച്ച് പീപ്പിളിന് മാത്രമാണോ, ഇനി കൊടുക്കുന്നുണ്ടെങ്കിൽ അറ്റ് വാട്ട് ഇൻട്രസ്റ്റ് റേറ്റ്, അതായത് ആർ ബി ഐ പറയാത്ത അതിൽ കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് അവർ ചാർജ് ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ വെച്ചൊരു റിപ്പോർട്ട് കൂടെ അവർ ആർ ബി ഐക്ക് സബ്മിറ്റ് ചെയ്യണം. എന്നിട്ട് ആർ ബി ഐ അതൊക്കെ അനലൈസ് ചെയ്യും, എന്നിട്ട് അവർ വേണ്ട ആക്ഷൻ എടുക്കും. അപ്പോൾ ഇതൊക്കെയാണ് ആർ ബി ഐയുടെ മെയിൻ ഫങ്ഷൻസ്. സോ ഇന്ന് നമുക്ക് ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാനുള്ള ഒന്ന് രണ്ട് ചെറിയ ടോപ്പിക്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും ബാക്കി എല്ലാ ടോപ്പിക്സും വളരെ എളുപ്പം നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, സോ ക്ലാസ് യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് സബ്സ്ക്രൈബ്സ്. Thanks for watching.